ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സൂപ്പർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നോക്കാം. ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, വെയിറ്റ് ലോസിനൊക്കെ നല്ലത്. ഇപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ടൈമിൽ നമുക്ക് പറയുന്നല്ലോ റാഗി ഉപയോഗിക്കുക, അത് നല്ല. റാഗിയിൽ നമുക്ക് എന്താക്കി തിന്നുമ്പോൾ ഒരു കറുത്ത കളറല്ല, പക്ഷേ റാഗിയിൽ അടിപൊളി പുട്ടുണ്ടാക്കാം റാഗി പുട്ടുപൊടി കൊണ്ട്. അപ്പോൾ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് റാഗി പുട്ടുപൊടി. നമ്മൾ റാഗി പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കുക ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഇത് പാക്കറ്റാണ്, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത്. കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് സ്വാമീസിൻ്റെ റാഗി പുട്ടുപൊടി. പിന്നെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാമല്ലോ. ഇത് 1/2 കിലോൻ്റെ പാക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഇടുന്നുണ്ട്. ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ 1/2 കിലോ മൊത്തം എടുത്ത്. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് റാഗിൻ്റെ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്യാമെന്ന് ചെറിയ തേങ്ങ. ഇതെൻ്റെ ഒരു കൂട്ടാണ്, ഇതിൽ പറഞ്ഞതൊന്നുമല്ല, പുട്ടുണ്ടാക്കുന്നല്ലേ. അതിന് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത്. പക്ഷേ ഇത് ഭയങ്കര നമ്മൾ മറ്റേ പുട്ടുപൊടി പോലെയല്ല. നമ്മൾ പുട്ടുപൊടിക്ക് ഒരു തരി ഉണ്ടാവുമല്ലോ, ഇതതുപോലെയല്ല, നൈസ് പൊടിയാണ് റാഗിയുടെ. എന്താവുമെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്, നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണിത്. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വാങ്ങിക്കാം. റാഗീൻ്റെ ബിർണി തിന്നിട്ടുണ്ട്, സോജി കുടിച്ചിട്ടുണ്ട്. പുട്ട് ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ റാഗി പണ്ട് മോനിക്കെല്ലാം റാഗിയും ഗോതമ്പും കൂടി പൊടിച്ചിട്ട് അത് കൊടുത്തിട്ടുണ്ട്, കുറുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വീണ്ടും കുറച്ചും കൂടി ഇടുന്നുണ്ട്. ഇത് തേങ്ങയിൽ ഞാൻ ഫുള്ള് തേങ്ങ കൊണ്ടൊരു പുട്ടുണ്ടാക്കുക വിചാരിച്ചു. നോക്കാം, ടേസ്റ്റ് ആവട്ടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ ഫുള്ളിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടാകുമ്പോൾ ഇല്ല, നല്ല ഒരു മണം, റാഗീൻ്റെ ഒരു മണം വേറെ തന്നെ നല്ല ഉണ്ട് കേട്ടോ. പിന്നെ ഫുള്ള് പാത്രത്തിൽ നിന്നൊക്കെ തള്ളിയിട്ട് താഴെ വന്നിട്ട് ചൂടായി വന്ന്. ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്, അടി പിടിച്ചോണ്ട കരിഞ്ഞോണ്ട. പിന്നെ നമുക്കിത് പുട്ടുണ്ടാക്കണം. പുട്ടുണ്ടാക്കിയിട്ട് ഈ പുട്ടിന് നമ്മൾ നോർമൽ കഴിക്കുന്ന പുട്ട്. പിന്നെ ഇത് ഡയറ്റിനൊക്കെ നല്ലതാണ്, വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ട് വാങ്ങിയത്. പിന്നെ ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പ് വെള്ളം തെളിച്ചിട്ട് അതിനെ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കാൻ കുഴക്കുന്നത് പോലെ തന്നെ വെള്ളം തെളിച്ചിട്ട് കുഴക്കുന്നത്. പക്ഷേ ഇത് നൈസ് പൊടി, ഭയങ്കര വെള്ളം ഒഴിക്കുന്ന ഒരു കട്ട കിട്ടുന്ന പോലെ ഉണ്ട്. മറ്റേത് നമുക്കിങ്ങനെ ഒറ്റൊറ്റായി കിട്ടുമല്ലോ പുട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ. ഇപ്പോൾ ഇതിനെടുക്കുന്നുണ്ട്. എന്നിട്ട് പുട്ടുകുറ്റിയിലേക്ക് ഇങ്ങനെയുള്ള ഇതിനൊറ്റൊറ്റാക്കിയിട്ട് എടുത്ത് ആദ്യം കുറച്ച് റാഗി മിക്സ് ഇട്ട്, പിന്നെ കുറച്ച് തേങ്ങ ഇട്ട്, വീണ്ടും റാഗി മിക്സ് ഇടാൻ പോകുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല, നോക്കാം, നമുക്ക് പരീക്ഷണം. ഒറ്റൊറ്റാക്കിയിട്ട് എടുത്തിന്, എന്നാലും അതൊരു നൈസ് പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിച്ച് വന്നിട്ടുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾക്ക്. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പത്തിരിയുടെ ഒക്കെ പൗഡറില്ല, അതുപോലെയുള്ളത്. അങ്ങനെ വീണ്ടും തേങ്ങ നിറക്കുന്നു പുട്ടുകുറ്റിയിൽ, വീണ്ടും റാഗിപ്പൊടി നിറക്കുന്നു, വീണ്ടും തേങ്ങ നിറക്കുന്നു. ഇങ്ങനെ പുട്ടുകുറ്റി നിറക്കണമല്ലോ, നിറയുന്നില്ല. ഇത് അടിയിൽ വെച്ചിട്ടുണ്ട് നെറ്റട്ടാ, നിറയുന്നില്ല. പിന്നെ വീണ്ടും ലെയറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനെന്താ പുട്ടുകുറ്റി ഗ്യാസിൽ വെച്ച് ആവി വന്നാൽ എടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ ഇത് ആവി വരുന്നേയും കാണുന്നില്ല, വെള്ളം ചൂടായി അത് ആവി വന്നതാ പുട്ട്. വാവ്, നല്ല രസമുണ്ട് കേട്ടോ ആവി പറക്കുന്ന റാഗി പുട്ട്. അത്ര ഒരു കറുത്ത കളറായി മാത്രം, പക്ഷെ നല്ല രസമുണ്ട്. ലെയറായിട്ട് വന്നിട്ട് കാണാൻ, കോഫി കളറും വൈറ്റും നല്ലൊരു ലെയർ പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കുറ്റിപ്പുട്ട് റെഡിയായി. അപ്പോൾ നമുക്കിതാ ആവി പറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കോഴിക്കറി കൂട്ടിയിട്ട് നമുക്ക് ചിക്കൻ കറി ഉള്ളത് അത് കൂട്ടി ഇപ്പോൾ കഴിക്കണം. 2 കുറ്റിപ്പുട്ടും റെഡിയായി. അപ്പോൾ ഒരു 1/2 കിലോൻ്റെ പാക്കറ്റിൽ 4 കുറ്റിപ്പുട്ട് ആവും. ഇനി 2ഉം കൂടി ആക്കാനുള്ളതുണ്ട്, ഇങ്ങനെ ലെയറായിട്ട്. അപ്പോൾ നമ്മുടെ അത് പുട്ട് റെഡിയായി. നമുക്കിനി കോഴിക്കറി കൂട്ടിയിട്ട് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പുട്ട്. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാ. എന്തായാലും നമുക്ക് നമ്മൾ സാധാരണ ചുടുന്ന പുട്ട് വെള്ള കളർ പുട്ടല്ലേ. അപ്പോൾ ഇതൊരു പുട്ട് നമുക്ക് അതിൽ നിന്ന് കുറ്റിയിൽ വരുമ്പോൾ കറുത്ത കളറായിട്ട് ഒരു മനസ്സിലൊരിതുണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെ ഉണ്ടാവും, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്.
പക്ഷെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ റാഗിയിൽ ഞാൻ ദോശ ഇട്ടിട്ട് തോന്നുന്നു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വെക്കുമ്പോൾ, പക്ഷേ ദോശ ഒരു ടേസ്റ്റ് ഇല്ല, കറുത്ത കളറായിട്ട്, പിന്നെ ഭയങ്കര ഹാർഡുമായിട്ട് നമുക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടായിട്ട് ഞാൻ കഴിച്ചിട്ടാണ്. പക്ഷേ പുട്ട് അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് പുട്ട്, എന്താ പറയുക ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം. പിന്നെ നമ്മൾ റാഗി പൊടിക്കുന്നുണ്ടല്ലോ, പൊടിച്ചിട്ട് ചെയ്യാം. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് പാക്കറ്റ് വാങ്ങിയതുകൊണ്ട് അതിൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്, ഹെൽത്തി ഫുഡാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.